സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻഡിവിജ്വൽ HUF AOP BOI അതുപോലെ തന്നെ AJP പോലെയുള്ള സ്ലാബ് റേറ്റ് അല്ലേ ടാക്സ് സ്ലാബ് റേറ്റിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ ഇൻഡിവിജ്വൽസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഡിഫറെൻറ്റ് ഏജ്, അതുപോലെ തന്നെ റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റ് പറഞ്ഞു. അതിൽ സർചാർജിൻ്റെ ലെവൽസ്, അതുപോലെ മാർജിനൽ ലീഫ് കോൺസെപ്റ്റിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓൾഡ് റിജൈമാണ്, അഥവാ ഓൾഡ് സ്കീമാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയേക്കാം. നമുക്ക് ഇതേ ഇൻഡിവിജ്വൽസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ന്യൂ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ന്യൂ റിജൈമിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സോ നമ്മളിനി ഇതിൽ നിന്ന് നേരിട്ട് ന്യൂ റിജൈമിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ബാക്കിയുള്ള പേഴ്സൺസ് നമുക്കറിയാം സെക്ഷൻ നമ്പർ 2 ക്ലോസ് 31 7 ടൈപ്പ് ഓഫ് പേഴ്സൺസിൽ നമ്മളിനി 3 പേഴ്സൺസ് ആരൊക്കെ, ഫെയിം, കമ്പനി, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി അല്ലേ. സോ ഇത്രയും ഇൻഡിവിജ്വൽ പേഴ്സൺസ് നമുക്ക് എന്തുണ്ട്, പെൻഡിങ് ഉണ്ട്. അവരെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് റേറ്റുകൾ പഠിക്കാം. സെക്കൻഡ് നമ്മൾ പറയുന്നത് ഓൾഡ് റേറ്റ് ആണെന്ന് തന്നെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ കമ്പനികൾക്കും ഇൻഡിവിജ്വൽസ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കമ്പനികൾക്കും പുതിയ ബഡ്ജറ്റ് കുറച്ച് നാൾക്ക് മുമ്പ് ബഡ്ജറ്റിലൊക്കെ 115 BAA 115 BAB എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് കുറച്ച് കൺസെഷണൽ ടാക്സ് റേറ്റ് ഒക്കെ കൊണ്ടുവരുന്ന സെക്ഷൻസ് കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് ടു ചില കണ്ടീഷൻസ്. സോ എല്ലാത്തിനും ഒരു അഡ്വാൻറ്റേജിനൊപ്പം ഡിസഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ ന്യൂ ടാക്സ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ന്യൂ ടാക്സ് റിജൈമിൽ അത് ഇൻഡിവിജ്വൽസിൻ്റെതാണെങ്കിലും കമ്പനികളിലാണെങ്കിലും അവിടെ ടാക്സ് റേറ്റ് കൺസെഷൻ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ആ ഒരു റിജൈമിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, നമ്മൾ ഇതുവരെ പഠിച്ചത് ഇൻഡിവിജ്വൽസിൻ്റെ ഓൾഡ് റിജൈം. ഇനി അതേപോലെ നമ്മൾ ബാക്കിയുള്ള പേഴ്സൺ നമ്മൾ പെൻഡിങ് വെച്ചിട്ടുള്ള കമ്പനി, ലോക്കൽ അതോറിറ്റി, അതുപോലെ തന്നെ ഫെയിം പോലെയുള്ളവരുടെ ഓൾഡ് ടാക്സ് റിജൈമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ പുതിയ ടാക്സ് റിജീം പഠിക്കും. നോക്കാം. ടാക്സ് റേറ്റുകൾ നോക്കുമ്പോൾ ആദ്യം പാർട്ണർഷിപ്പ് ഫെയിം അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്നുള്ളൂ. കാരണം ടോട്ടൽ ഇൻകം എത്രയാണോ അതിൻ്റെ 30% ആണ് ഇൻകം ടാക്സ് വരുന്നത്. സോ ബേസിക് ഇൻകം ടാക്സ് വരുന്നത് ടോട്ടൽ ഇൻകം എത്രയാണോ അതിൻ്റെ 30%. ഇവിടെ എന്ത് വരുന്നില്ല, ബേസിക് എക്സംഷൻ ലിമിറ്റ് വരുന്നില്ല. കാരണം ഈ ഒരു ഫെയിം, ലോക്കൽ അതോറിറ്റി കമ്പനികൾക്കൊക്കെ ഒരു ഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട് തന്നെ കമ്പനികൾക്കൊക്കെ എല്ലാ എക്സ്പെൻസുകളും സോ ഒരുപാട് എക്സ്പെൻസുകളൊക്കെ നിന്നുണ്ട് ഡിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 30% എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ബേസിക് എക്സംഷൻ എന്നുള്ള ഇൻഡിവിജ്വൽസിൽ പഠിച്ച പോലെയുള്ള ആ ഒരു 2.5 lakhs ബേസിക് എക്സംഷൻ കോൺസെപ്റ്റ് എന്തല്ല ഇവിടെ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ കമ്പനി അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിന് മുമ്പായിട്ട് ഫെയിം ആൻഡ് ലോക്കൽ അതോറിറ്റി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ ഫെയിം ആൻഡ് ലോക്കൽ അതോറിറ്റി ടോട്ടൽ ഇൻകം എത്രയാണോ അത് ഈവൻ 100 rupees ആണെങ്കിൽ പോലും, അതൊരു 50 rupees ആണെങ്കിൽ പോലും അതിൻ്റെ 30% നമുക്ക് എന്ത് വരും, ഇൻകം ടാക്സ് വരും. 30% ഇൻകം ടാക്സ് വരും. ആൻഡ് സർചാർജ് എപ്പോഴാണ് വരുന്നത്, ഇഫ് ദ ടോട്ടൽ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ 1 crore ആണെങ്കിൽ. സോ 1 കോടിക്ക് മുകളിലാണെങ്കിൽ, അത് ഫെയിമിനാണെങ്കിലും ലോക്കൽ അതോറിറ്റിക്ക് ആണെങ്കിലും 1 കോടിക്ക് മുകളിൽ എന്ത് വരുന്നുണ്ടെങ്കിൽ, ടോട്ടൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ ദെൻ 12% വിൽ ബി ദ സർചാർജ്. കോൺസെപ്റ്റ് ക്ലിയർ ആയില്ല. അപ്പം തന്നെ പഠിച്ചത് സോ ഫെയിം, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി ഉള്ള കമ്പനികൾക്കൊക്കെ ഫ്ലാറ്റ് റേറ്റ് ടാക്സ് ആണ് നമുക്ക് വരുന്നത്. അതിലാണ് നമ്മൾ പറയുന്നത് ഫെയിം ആൻഡ് ലോക്കൽ അതോറിറ്റി 30% ആണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് വരുന്നത്. സർചാർജ് അപ്ലിക്കബിൾ ആണോ എന്ന് വെച്ചാൽ അതെ. ഇഫ് ടോട്ടൽ ഇൻകം എത്രയാണെങ്കിൽ 1 crore മുകളിലാണെങ്കിൽ നമുക്ക് 12% എന്തുണ്ട്, സർചാർജ് ഉണ്ട്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11 കഴിഞ്ഞു, 12 കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. So again calculate tax liability of XYZ and Co. That is XYZ and company. ഒരു പാർട്ണർഷിപ്പ് ഫെയിം ആണ്. So a firm, if total income is case 1 just ₹500, case 2 ₹3 lakhs, case 3 ₹1 crore 10 lakhs. 3 സിറ്റുവേഷൻസ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ദ ടാക്സ് ലൈബിലിറ്റി ആരുടെ, XYZ and Co. ഫെയിം. ഒരു പാർട്ണർഷിപ്പ് ഫെയിം ആണ്. ഇഫ് ടോട്ടൽ ഇൻകം എത്രയാണെങ്കിൽ കേസ് 1 നമുക്ക് പറയുന്നത് ജസ്റ്റ് 500 rupees ആണെങ്കിൽ,
ദെൻ കേസ് 2 വരുന്നത് 3 lakhs ആണെങ്കിൽ അപ്പോൾ എത്രയായിരിക്കും ടാക്സ് വരിക, അതുപോലെ തന്നെ 1 crore 10 lakhs ആണെങ്കിൽ എത്രയായിരിക്കും ടാക്സ് ലയബിലിറ്റി വരിക എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പാർട്ണർഷിപ്പ് ഫേം ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏത് റേറ്റ് ആണ്, ഫ്ലാറ്റ് റേറ്റ് ആണ് 30% ഓൺ ടോട്ടൽ ഇൻകം. ബേസിക് എക്സംഷൻ ഒന്നും ഇല്ല. സർചാർജ് വരും 1 കോടിക്ക് മുകളിലാണെങ്കിൽ, ടോട്ടൽ ഇൻകം 1 കോടിക്ക് മുകളിലാണെങ്കിൽ അതും എത്ര ശതമാനം വരും, 12% സർചാർജ് വരും. ഓക്കെ, സോ നേരത്തെ ഇൻഡിവിജ്വൽസിന് പഠിച്ച പോലെ 10, 15, 25, 30 അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ എഴുതാം. ആൻസർ നമുക്ക് കേസ് 1, 2, 3 മറ്റു ഇതിൽ തന്നെ എഴുതാം അല്ലേ. സോ കേസ് 1 ₹500. ഓക്കെ, കേസ് 2 ₹3 lakhs. Case 3 ₹1 crore 10 lakhs. So first income tax, കാരണം നമുക്ക് 0 to 2.5 അതിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല, ബേസിക് എക്സംഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ഇൻകം എത്രയാണ് അതിൻ്റെ 30%, അതിപ്പോൾ എത്ര ചെറിയ ഇൻകം ആണെങ്കിലും അതിൻ്റെ 30% എന്ത് വരും, ടാക്സ് കൊടുക്കണം. ഫോർ 500 rupeesൻ്റെ 30% കംസ് ടു ₹150 അല്ലേ. അതുപോലെ തന്നെ 3 lakhsൻ്റെ ഒക്കെ 30% എത്ര വരും, ദറ്റ് ഈസ് 90,000 നമുക്ക് വരും അല്ലേ, 90,000 വരും. ഇനി അതുപോലെ തന്നെ 1 crore 110 ലക്ഷത്തിൻ്റെ, ഓക്കെ, 1 crore 10 lakhs ആണ്, 110 ലക്ഷത്തിൻ്റെ 30% എന്ന് പറയുമ്പോൾ നമുക്ക് 33 lakhs വരും. ഓക്കെ അല്ലേ, യെസ്. ഇനിയും ഇൻകം ടാക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ മുകളിൽ നമുക്ക് എന്ത് വരാറുണ്ട്, സർചാർജ് വരാറുണ്ട് അല്ലേ. സോ എല്ലാ കേസിലും നമുക്ക് എന്തിന് സർചാർജ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, 1 കോടിക്ക് മുകളിലാണെങ്കിൽ. അപ്പോൾ തൽക്കാലം നമുക്ക് അപ്ലിക്കബിൾ ആയുള്ള കേസിൽ എന്ത് ചെയ്യാം, സർചാർജ് എഴുതാം. സർചാർജ് അറ്റ് എത്രയും 12%. ഫസ്റ്റ് കേസിലാണെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ ആണ്. സെക്കൻഡ് കേസിൽ 3 lakhs ആയതുകൊണ്ട് അഗെയിൻ നോട്ട് അപ്ലിക്കബിൾ. തേർഡ് കേസിൽ 33 ലക്ഷത്തിൻ്റെ 12% നമുക്ക് എന്ത് വരും, സർചാർജ് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3,96,000 അല്ലേ. യെസ്, ടോട്ടൽ ഇൻകം ടാക്സ് ഇൻക്ലൂഡിങ് സർചാർജ് ആഡ് ചെയ്യുമ്പോൾ അഗെയിൻ ഇവിടെ 150, ഇവിടെ 90,000, ഇവിടെ നമുക്ക് 36,96,000, 36,96,000 ഇവിടെ വരെ ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി അടുത്തെന്താണ്, നമുക്ക് ഇൻകം ടാക്സ് ഇൻക്ലൂഡിങ് സർചാർജ്, ദെൻ അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നുണ്ട് അല്ലേ. സോ പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് എത്ര 4%. സോ 4% എന്ന് പറയുമ്പോൾ 150 രൂപയുടെ 4% കംസ് ടു 6 rupees. ഇവിടെ 90,000 നമുക്ക് വരുമ്പോൾ 3,600 വരും. ഓക്കെ, ദെൻ ലാസ്റ്റ് 36,96,000 4% 1,47,840. സോ ഇൻക്ലൂഡിങ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്തെടുക്കുമ്പോൾ 156 അല്ല 93,600, ദെൻ ആഡ് ചെയ്യുമ്പോൾ 38,43,840. ഓക്കെ അല്ലേ. യെസ്, നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഈ കേസുകളിൽ സെക്കൻഡ് കേസിലൊക്കെ നമുക്ക് കറക്റ്റ് 10ൻ്റെ റൗണ്ട് ഓഫ് ആയിട്ടാണ് ഓൾറെഡി വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ 156 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സെക്ഷൻ നമ്പർ 288 പറയും, സെക്ഷൻ നമ്പർ 288A ആണോ ബി ആണോ? സെക്ഷൻ നമ്പർ 288A എന്തായിരുന്നു, ടോട്ടൽ ഇൻകത്തിനെ റൗണ്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലേ. സോ നിയറസ്റ്റ് ടേണിലോട്ട് സെക്ഷൻ നമ്പർ 288B എന്താണ് പറയുന്നത്, ടാക്സ് പേയബിൾ, ടാക്സ് ലൈബിലിറ്റി എന്ത് ചെയ്യണം, റൗണ്ട് ഓഫ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, റൗണ്ട് ഓഫ്. ഓക്കെ, സെക്ഷൻ എത്രയായിരുന്നു, 288B പ്രകാരം. സോ 156 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരാം, 155നും അതിന് മുകളിലാണെങ്കിൽ നമുക്ക് 160 ആണ് വരാം അല്ലേ. ദെൻ ബാക്കിയുള്ള കേസുകൾ സെയിം എമൗണ്ട് തന്നെ. സോ അപ്പോൾ അതിലൊരു മാറ്റവും ഇല്ല, റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫേമിൻ്റെ ടാക്സേഷൻ വരുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ലോക്കൽ അതോറിറ്റി വരുന്നത്. സോ ലോക്കൽ അതോറിറ്റി ആണെങ്കിലും ലോക്കൽ അതോറിറ്റിയുടെ കേസിലാണെങ്കിലും ടാക്സ് റേറ്റ് ഫ്ലാറ്റ് ആണ്. ഓക്കെ, സോ ഫ്ലാറ്റ് ടാക്സ് റേറ്റ് എത്ര %, 30% ആണ് ഇൻകം ടാക്സ് വരുന്നത്. ഓക്കെ, ഫ്ലാറ്റ് 30% ഇൻകം ടാക്സ് വരും. ഇനി സർചാർജ് ഉണ്ടോ, യെസ്, സർചാർജ് അപ്ലിക്കബിൾ ആണ്. എത്ര %, 12%, ഓൺലി ഇഫ് ടോട്ടൽ ഇൻകം എത്ര മുകളിലാണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 1 crore ആണെങ്കിൽ. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ ഫെയിം അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി സെയിം രീതിയിലാണ് വരുന്നത്. ഇൻകം ടാക്സ് റേറ്റ് ആണെങ്കിലും സർചാർജിൻ്റെ അപ്ലിക്കബിലിറ്റിയും റേറ്റ് ഒക്കെ ആണെങ്കിലും സെയിം തന്നെ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഡിസ്കഷൻ നമ്മളുടെ കമ്പനിയിലോട്ട്. കമ്പനി. ഓക്കെ, സോ നമ്മൾ 7 ടൈപ്പ് ഓഫ് പേഴ്സൺസിൽ ഇൻഡിവിജ്വൽ HUF, AOP, BOI, AJP,
ദെൻ നമ്മൾ ഫെയിം ആൻഡ് ലോക്കൽ അതോറിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്താണ് കമ്പനി. ഓക്കെ, സോ കമ്പനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ കമ്പനി ടാക്സ് കാൽക്കുലേഷൻസ് ഒക്കെ നോർമലി ഫൈനൽ ലെവലിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇൻ്റർ ലെവലിൽ നമുക്ക് ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലൈബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം വരില്ല എന്നൊട്ടും പറയുന്നില്ല. എന്നാലും ഫൈനൽ ലെവലിലാണ് ശരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്പനിയെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, കമ്പനി ടാക്സേഷൻ. അപ്പോൾ നമുക്ക് കമ്പനി എന്ന് പറയുമ്പോൾ ആദ്യം കമ്പനി ദർ ആർ 2 ടൈപ്പ്, ഡൊമസ്റ്റിക് കമ്പനി അതുപോലെ തന്നെ ഫോറിൻ കമ്പനി. ഓക്കെ, ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി. ഓക്കെ, നമ്മൾ ഓൾറെഡി അടുത്തടുത്ത ചാപ്റ്ററുകളായിട്ട് അതിൻ്റെ അസസ്മെൻറ്റിലായിട്ട് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, പ്രത്യേകിച്ച് ഫോറിൻ കമ്പനിക്ക് വേണ്ടി നമുക്ക് NR ടാക്സേഷൻ, നോൺ റെസിഡന്റ് ടാക്സേഷൻ്റെ ഏരിയയിൽ നമുക്ക് ഫോറിൻ കമ്പനിയെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബേസിക് ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. സോ പക്ഷേ എന്നാൽ കൂടി കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആദ്യമേ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, മുന്നോട്ടുള്ള നമ്മളുടെ ബാക്കി ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അതിന് കുറച്ച് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാം ആദ്യം കമ്പനി, ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് വാട്ട് യു മീൻ ബൈ ഡൊമസ്റ്റിക് കമ്പനി. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഡൊമസ്റ്റിക് കമ്പനി. ഓക്കെ, അതുപോലെ വാട്ട് യു മീൻ ബൈ ഫോറിൻ കമ്പനി. സോ ഫസ്റ്റ് കാര്യം എന്താണ് കമ്പനി എന്നുള്ളത്. നമ്മൾ സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 31 പേഴ്സൺ പഠിക്കുമ്പോൾ അതിൽ കമ്പനി പഠിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നു, കമ്പനി മീൻസ് രജിസ്റ്റേർഡ് അല്ലേ. സോ രജിസ്റ്റേർഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റഡ് ആയിരിക്കണം അണ്ടർ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്ന പുതിയ കമ്പനീസ് ആക്ടിലോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ 1956 കമ്പനീസ് ആക്ടിലോ എന്തായിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ രജിസ്റ്റേർഡ് ആൾക്കാരെ മാത്രമേ നമ്മൾ കമ്പനി എന്ന് പറയുള്ളൂ. ഇനി അതിൻ്റെ തന്നെ ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി. അതിനുമ്പോൾ എന്താണ് ഇന്ത്യൻ കമ്പനി എന്ന് നൽകും. ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ കമ്പനി. അപ്പോൾ ഓൾ ഇന്ത്യൻ കമ്പനീസ് നോർമലി എന്തായിരിക്കും, ഡൊമസ്റ്റിക് കമ്പനി ആയിരിക്കും. അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനി ഡെഫിനേഷനിൽ പറയുന്നത് എന്താണ് ഡൊമസ്റ്റിക് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഡൊമസ്റ്റിക് കമ്പനി മീൻസ് ഒരു ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനി അപ്പോൾ എന്താണ്, ഡൊമസ്റ്റിക് കമ്പനിയാണ്. കാരണം ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഡൊമസ്റ്റിക് കമ്പനി ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഡൊമസ്റ്റിക് കമ്പനി ഡെഫിനേഷൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഓർ ഓക്കെ എനി കമ്പനി വിച്ച് ഹാസ് മെയ്ഡ് പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഒരു ഡെഫിനിഷൻസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കമ്പനി നമ്മുടെ പേഴ്സൻ്റെ ഡെഫിനേഷൻ നോക്കുമ്പോൾ ആദ്യത്തെ കേസിൽ നമ്മളിവിടെ ഓൾറെഡി പേഴ്സൺ ഡെഫിനേഷൻ കമ്പനി വെദർ ഇൻകോർപ്പറേറ്റഡ് അണ്ടർ കമ്പനീസ് ആക്ട് 1956 ഓർ 2013. ഓക്കെ, അപ്പോൾ കമ്പനി എന്താണ്, ഒരു രജിസ്റ്റേർഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ രജിസ്റ്റേർഡ് ആയിരിക്കണം കമ്പനീസ് ആക്ടിൽ. അപ്പോൾ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ അത് ഇന്ത്യൻ കമ്പനിയാണ്. ദെൻ അത് ഡൊമസ്റ്റിക് കമ്പനി ഡെഫിനേഷനിലും. അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനി മീൻസ് എൻ ഇന്ത്യൻ കമ്പനി അല്ലാതെ എന്താണ്, ഡൊമസ്റ്റിക് കമ്പനിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, എനി അതർ കമ്പനി വിച്ച് ഹാസ് മെയ്ഡ് പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഒരു ഫോറിൻ കമ്പനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡൊമസ്റ്റിക് കമ്പനി ആയിട്ട് മാറാം. എങ്ങനെ, ആ ഫോറിൻ കമ്പനി ഇന്ത്യയിൽ ഡിവിഡൻഡ് ഡിക്ലറേഷൻ അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റിനുള്ള അറേഞ്ച്മെൻറ്റ്സ്, ഓക്കെ പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ആസ് പെർ കമ്പനിയിലോ പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ആ കമ്പനി ഏതിൻ്റെ ഡെഫിനേഷനിൽ വരും, ഡൊമസ്റ്റിക് കമ്പനി ഡെഫിനേഷനിൽ വരും. അപ്പോൾ എന്തിനാണ് ഈ ഡൊമസ്റ്റിക് കമ്പനി ഡെഫിനേഷനിൽ വന്നാൽ എന്താണ് ഉപകാരം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഒരു ഫോറിൻ കമ്പനി ഡൊമസ്റ്റിക് കമ്പനി ഡെഫിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ബെനിഫിറ്റ്സ് ഉണ്ട്, ബിക്കോസ് ടാക്സ് റേറ്റ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ് വരുന്നത് ആദ്യം അതർ കമ്പനീസ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കമ്പനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. സോ ഡൊമസ്റ്റിക് കമ്പനി അതിന് തൊട്ട് താഴെ ഈ ടേൺ ഓവർ ഇത് വിട്ടേക്കുക. അതർ കമ്പനീസ് നോക്കുക 30%, ഫോറിൻ കമ്പനി 35%. ആദ്യം അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിളായിട്ട് പഠിക്കാം. ഡൊമസ്റ്റിക് കമ്പനികളുടെ ടാക്സ് റേറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി എത്രയാണ് ടാക്സ് റേറ്റ്? 30%, നോർമലി 30%. ഓക്കെ, ദെൻ ഫോറിൻ കമ്പനിയോ 35%. ഓക്കെ, സോ എവിടെയെങ്കിലുമൊക്കെ 40% കാണാൻ പറ്റും, ബിക്കോസ് കുറച്ച് മുമ്പ് വരെ 40% ആയിരുന്നു ഫോറിൻ കമ്പനികളുടെ റേറ്റ്. അത് അമെൻമെൻറ്റ് വന്നിട്ടാണ് എത്രയായത്? 35% ആയത്. ഓക്കെ, അപ്പോൾ പഠിച്ചെങ്ങനെയാണ് കമ്പനികൾ ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി. ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ് എത്രയാണ്? 30% ആണ് നോർമലി. ഫോറിൻ കമ്പനിയുടെ ടാക്സ് റേറ്റ് എത്രയാണ്? 35% ആണ്. ഓക്കെ, ഇനി ഈ ഫോറിൻ കമ്പനി തന്നെ
ചില കേസുകളിൽ 50% എന്ത് വരും, ടാക്സ് വരും. ഇൻസ്റ്റെഡ് ഓഫ് 35% പകരം എത്ര വരും, 50% ടാക്സ് വരും. 1976 ഫിനാൻസ് ആക്ടിലാണ് ഇങ്ങനെ ഒരു സ്പെസിഫൈഡ് റോയാലിറ്റീസ് ആൻഡ് ടെക്നിക്കൽ സർവീസ്, എല്ലാ റോയാലിറ്റീസ് അല്ല, വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്പെസിഫൈഡ്. ഓക്കെ, സോ അതൊന്നും നമുക്ക് ഏതൊക്കെയാണ് സ്പെസിഫൈഡ് എന്നുള്ളത് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക സ്പെസിഫൈഡ്. ഓക്കെ, സോ റോയാലിറ്റീസ്, ടെക്നിക്കൽ സർവീസ്, അതെടുത്ത് നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ അതെടുത്ത് തന്നെ പറയും സ്പെസിഫൈഡ് ആണ്, എഗ്രിമെൻറ്റിലുള്ളതാണ്. ഇന്ത്യയും മറ്റു രാജ്യങ്ങളും നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ള സ്പെസിഫൈഡ് നോട്ടിഫൈഡ് ടെക്നിക്കൽ സർവീസുകളാണ്, അല്ലെങ്കിൽ റോയാലിറ്റി കോൺട്രാക്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എത്ര ടാക്സ് റേറ്റ് വരും, 50% ടാക്സ് റേറ്റ് വരും. 1976 ഫിനാൻസ് ആക്ടിലെ സെക്ഷൻ നമ്പർ 44D എന്ന് പറയുന്ന സെക്ഷനകത്താണ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. പിന്നീട് 2003 ഓക്കെ അതിൻ്റെ അമെൻമെൻ്റ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അത്രയൊന്നും നമുക്ക് പഠിക്കാനില്ല. സോ നമ്മൾ വീണ്ടും സമ്മറി മനസ്സിലാക്കാം. ഫോറിൻ കമ്പനിയാണോ, ടാക്സ് റേറ്റ് എത്രയാണ്, 35% ഓൺ ദ ടോട്ടൽ ഇൻകം. ഓക്കെ, 35% ഓൺ ദി ടോട്ടൽ ഇൻകം, ബേസിക് ഇൻകം ടാക്സ്. ദെൻ കൂടാതെ സപ്പോസ് ഇൻകത്തിൻ്റെ അകത്ത് സ്പെസിഫൈഡ് റോയാലിറ്റി ടെക്നിക്കൽ സർവീസസിൽ നിന്നുള്ള ഇൻകം ഉണ്ടെങ്കിൽ ദെൻ അതിനെന്ത് കൊടുക്കണം, കൂടുതൽ ടാക്സ് കൊടുക്കണം. സോ അത് ഓൾറെഡി ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്റും അത്തരം പല രാജ്യങ്ങളായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ തന്നെ മറ്റ് കാര്യങ്ങൾ ലൈക്ക് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റുകളൊക്കെ ഇവിടെ അപ്ലിക്കബിൾ ആണ്. അതാണ് നമ്മൾ NR ടാക്സേഷനുള്ള ഫൈനൽ ലെവലിൽ CA CMA ഫൈനൽ ലെവലിൽ നമുക്ക് നോൺ റെസിഡൻറ്റ് ടാക്സേഷൻ ഓക്കെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടാക്സേഷൻ എന്നുള്ള ഒരു ഏരിയ നമുക്ക് 30 മാർക്ക് 40 മാർക്കിനൊക്കെ അല്ലെങ്കിൽ 30 മാർക്കിനൊക്കെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഇൻ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർനാഷണൽ ടാക്സേഷൻ്റെ അകത്ത് ഫോറിൻ കമ്പനികളെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റുകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ലെവലിലോട്ട് പോകുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. തൽക്കാലം ജസ്റ്റ് ടാക്സ് റേറ്റ് മാത്രം ബേസിക് ലെവലിൽ മനസ്സിലാക്കുക. കമ്പനികൾ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി. ദെൻ ഫോറിൻ കമ്പനിയുടെ നോർമൽ ഇൻകത്തിനൊക്കെ എത്രയാണ് ടാക്സ് റേറ്റ് വരുന്നത്, 35%. മുമ്പ് 40 ഇപ്പോൾ 35%. ഇനിയും ഇൻകം ഇൻക്ലൂഡ്സ് ചെയ്ത് സ്പെസിഫൈഡ് ആയിട്ടുള്ള റോയാലിറ്റീസ് അതുപോലെ തന്നെ ടെക്നിക്കൽ സർവീസ് എഗ്രിമെൻറ്റുകളിൽ നിന്നുള്ള അത്തരം ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, 50%, പകുതി 50% എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ഓക്കെ, തിരിച്ചു വരാം. ഇനി ഡൊമസ്റ്റിക് കമ്പനിയുടെ നോർമൽ കേസ് ഓക്കെ, അതർ കമ്പനി അതിൽ നോർമൽ കേസിൽ 30% ഓഫ് ദ ടോട്ടൽ ഇൻകം. ഓക്കെ, 30% ഓഫ് ദ ടോട്ടൽ ഇൻകം ആണ് നമുക്ക് എന്ത് വരുന്നത്, ടാക്സ് ലയബിലിറ്റി വരുന്നത്. എന്നാൽ സപ്പോസ് നിങ്ങൾ 2022-23 എന്താണ് പ്രീവിയസ് ഇയർ, സസ്പെൻഡ് അല്ല, പ്രീവിയസ് ഇയർ 2022-23 ടേൺ ഓവർ. ഓക്കെ, സോ ടേൺ ഓവർ ഓർ ദ ഗ്രോസ് റിസിപ്റ്റ് എത്രയാണ്, അപ് ടു 400 crores ആണെങ്കിൽ 400 കോടി വരെ, അത്യാവശ്യം നല്ല വലിയൊരു കമ്പനിക്ക് വരെ. ഓക്കെ, സോ 400 കോടി വരെ. ഓക്കെ, 400 കോടി വരെയാണ് നിങ്ങളുടെ ടേൺ ഓവർ എങ്കിൽ എന്ന് ഈ പ്രീവിയസ് ഇയർ അല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ഏതാണ്, പ്രീവിയസ് ഇയർ 2024-25. ഓക്കെ, സോ 2024-25 പ്രീവിയസ് ഇയറിലെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്, ഓക്കെ 2024-25 പ്രീവിയസ് ഇയറിലെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2022-23 ഗ്രോസ് ടേൺ ഓവർ, ടോട്ടൽ ടേൺ ഓവർ 400 കോടി വരെയാണെങ്കിൽ അല്ലെങ്കിൽ 400 കോടിക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയറിലെ ടാക്സ് റേറ്റ് എത്ര ആയിട്ട് എടുക്കാം, 25% ആയിട്ട് എടുക്കാം ഇൻസ്റ്റെഡ് ഓഫ് 30%. ഓക്കെ, അപ്പോൾ നോർമലി ഒരു കമ്പനിക്ക് 30% ആണ്. എന്നാൽ നിങ്ങളുടെ 2022-23 സോ പ്രീവിയസ് ഇയർ 2022-23 ടേൺ ഓവർ എത്രയാണ്, 400 crores വരെയാണെങ്കിൽ അപ് ടു 400 crores വരെയാണെന്ന് വിചാരിക്കുക ടേൺ ഓവർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എത്ര വരും, 25% എടുക്കാം. ഓക്കെ, നോർമലി 30% ഈ ഒരു 400 crores ടേൺ ഓവർ ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, 25% ഇത് അപ്ലിക്കബിൾ ആവും, ഇത് കിട്ടുള്ളൂ. ഓക്കെ, അല്ലാത്ത കേസിലെല്ലാം എന്താണ് 30% ആണ് റേറ്റ്. ഓൾഡ് റെജിം പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഓൾഡ് റെജിം കമ്പനികൾക്കും ന്യൂ റെജിം ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ കമ്പനികളുടെ ഓൾഡ് റെജിമിൽ നോർമൽ ടാക്സ് റേറ്റ് 30%. പ്രീവിയസ് ഇയർ 2022-23 അതെങ്ങനെയാണ് നമ്മൾ നോക്കാന്ന് വെച്ചാൽ, നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണോ അവിടെ നിന്ന് -2 ചെയ്താൽ മതി. -2 നമ്മളിപ്പോൾ ഈ വർഷം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക 2024-25 പ്രീവിയസ് ഇയർ ആണെങ്കിൽ അതിൽ നിന്ന് -2 എടുക്കുക. ആ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവറാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 2022-23 ഇത് ഓൾവേസ് ഇങ്ങനെയാണോ? ഇപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ പഠിക്കുന്ന സമയത്ത് 2023-24 എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2022
23-24 പ്രീവിയസ് ഇയർ 2023-24. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ടേൺ ഓവർ ഏത് വർഷത്തെ നോക്കേണ്ടത് 2022 ഇവിടെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 21. ഓക്കെ, 2021-22. സോ 24 നിന്ന് എന്ത് ചെയ്യുക, 2 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെയിം നമ്മളിവിടെ എന്ത് ചെയ്യാം, 2024-25 പ്രീവിയസ് ഇയറിൽ നമ്മൾ ടാക്സ് റേറ്റ് മനസ്സിലാക്കാൻ 2024-25 കമ്പനിയുടെ ടാക്സ് റേറ്റ് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കണം 2022-23 ടേൺ ഓവർ നോക്കണം. അത് 400 crores താഴെയാണ് നോക്കണം. താഴെയാണെങ്കിൽ 25%, അല്ലെങ്കിൽ എത്രയാണ്, 30% ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒരു ഡൗട്ട്, സാർ എന്താണ് ഇത് ഈ 2022-23 ടേൺ ഓവർ നോക്കുന്നത്? ഓക്കെ, സോ ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ നേരത്തെ ഒരു കോൺസെപ്റ്റ് ഓടിച്ചിരുന്നു, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് നമ്മൾ അസസ്മെൻ്റ് ഇയറിലാണ് ടാക്സ് കൊടുക്കേണ്ടത്. പക്ഷേ ചില കേസുകൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് നമ്മൾ പ്രീവിയസ് ഇയർ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ 5 കേസുകൾ പഠിച്ച്, കൂടാതെ ഞാനൊരു ചെറിയൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, അഡ്വാൻസ് ടാക്സ് ഉള്ള കോൺസെപ്റ്റ് അല്ലേ. സോ ഈ അഡ്വാൻസ് ടാക്സ് ഉള്ള കോൺസെപ്റ്റ് എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്തിരുന്നു. ഡിഫറെൻറ്റ് ക്വാർട്ടേഴ്സിൽ ആ ക്വാർട്ടറിൻ്റെ അവസാനത്തെ മാസത്തിൻ്റെ 15-ാം തീയതി അല്ലേ, സോ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഒരു കമ്പനി അസസിക്കും ഈ ഒരു ടാക്സ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് അഡ്വാൻസ് ടാക്സ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ 2024-25 എന്ന് പറയുമ്പോൾ, പ്രീവിയസ് ഇയർ 2024-25 എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് 1 ഏപ്രിൽ 2024 മുതൽ എവിടം വരെ വരും, ഈ ഒരു വർഷം 31 മാർച്ച് ഏതുവരെ, 2025 വരെ വരും. സോ ബിറ്റ്വീൻ ഈ ഒരു സമയത്തിൻ്റെ ഇടയിലാണ് അല്ലേ. സോ ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മൾ അഡ്വാൻസ് ടാക്സ് കൊടുക്കണം. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ടാക്സ് ലൈബിലിറ്റി നമ്മൾ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്തറിയണം, നമ്മളെ ടാക്സ് റേറ്റ് അറിയണം. സോ നമ്മളെ ടാക്സ് ലൈബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, നമ്മളെ ടാക്സ് റേറ്റ് അറിയണം. നമ്മളെ ടാക്സ് റേറ്റ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റാം, ടാക്സ് റേറ്റ് ആണെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ടേൺ ഓവറിൻ്റെ ബേസ് ചെയ്തിട്ട് 400 കോടി വരെ ആണെങ്കിൽ സോ നിങ്ങൾ ടേൺ ഓവർ 400 കോടി വരെ നിങ്ങൾക്ക് ടാക്സ് റേറ്റ് എന്ത് ചെയ്യാം, കുറച്ച് തരാമെന്ന്. അപ്പോൾ ഈ വർഷം നമുക്ക് അഡ്വാൻസ് ടാക്സ് ലോജിക്കലി ചിന്തിക്കട്ടെ. സോ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിമ്പിളാണ്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിലാണ് നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ ഇതിലെ ടാക്സ് റേറ്റ് 25 അടക്കണോ 30 അടക്കണോ എന്ന് അറിയണമെങ്കിൽ ദെൻ ഈ വർഷത്തെ ടേൺ ഓവർ നോക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഈ വർഷത്തെ ടേൺ ഓവർ കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണ്, 31 മാർച്ച്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു 2024 ജൂണിൽ, അതുപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ, അതുപോലെ 2024 ഡിസംബറിലൊക്കെ നമുക്ക് എന്തടക്കാനുണ്ട്, അഡ്വാൻസ് ടാക്സ് അടക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് 25% ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ 30 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയാനായിട്ട് ഒരിക്കലും 2024-25 ടേൺ ഓവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫാക്ടറായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, അപ്പോൾ തൊട്ട് മുമ്പത്തെ വർഷത്തെ എടുത്താൽ പോരെ അല്ലേ. സോ തൊട്ട് മുമ്പത്തെ വർഷത്തെ എടുക്കാൻ നമുക്ക് പ്രീവിയസ് ഇയർ ചെയ്തെടുക്കാം. സോ 2023-24 എടുക്കാം. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 ഏപ്രിൽ 2023 ടു നമുക്ക് എവിടെ വരും, 31 മാർച്ച് 2024 വരും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനിവിടെ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് കൊടുക്കണം, അഡ്വാൻസ് ടാക്സ് കൊടുക്കണം. അത് നമുക്ക് 25% കൊടുക്കണോ അല്ലെങ്കിൽ 30% കൊടുക്കണം. എന്തായാലും ഈ ഒരു വർഷത്തെ തന്നെ ടേൺ ഓവർ നമുക്ക് അതിനുവേണ്ടി എടുക്കാൻ പറ്റില്ല, കാരണം 400 crores ആവുമല്ലോ 31 മാർച്ചിൽ അറിയുള്ളൂ. ഓക്കെ, ഇനിയും 2023-24 അല്ലേ. സോ 2023-24 ടേൺ ഓവർ 31 മാർച്ചിന് തീരുമാനമാവോ എന്നാലോചിക്കേ? ഇല്ല, കാരണം 2024 ടേൺ ഓവർ ആണല്ലോ 2023-24 ടേൺ ഓവർ. കാരണം കമ്പനി അസസിയുടെ ഓഡിറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടാവില്ലേ, ഈ ഓഡിറ്റൊക്കെ കംപ്ലീറ്റ് ആവുന്നത് AGM കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നത് ഓൾറെഡി സെപ്റ്റംബറിലാണ്. ഓക്കെ, സോ 2024 സെപ്റ്റംബറിലാണ് നമുക്ക് ഓഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അക്കൗണ്ട്സ് ഒക്കെ നിന്നത് ഫൈനലാവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ, സെപ്റ്റംബർ 30-ാം തീയതി അടുത്ത് മാത്രമേ നമുക്ക് 2023-24 വർഷത്തെ ടേൺ ഓവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തീരുമാനമാവുള്ളൂ. അപ്പോൾ 2024 സെപ്റ്റംബറിലാണ് ടേൺ ഓവർ തീരുമാനമാവുന്നതെങ്കിൽ ഈ 2024 സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയറിൻ്റെ ജൂണും സെപ്റ്റംബറും കഴിഞ്ഞു പോയില്ലേ അല്ലേ. 2024 സെപ്റ്റംബർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലല്ലേ വരുന്നത്. നമ്മളുടെ പ്രീവിയസ് ഇയറിലെ 2 ക്വാർട്ടർ ഓൾറെഡി കഴിഞ്ഞില്ലേ അഡ്വാൻസ് ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടക്കാൻ നമുക്ക് അവിടെയും നമുക്ക് റേറ്റ് അറിയണമെങ്കിൽ 25 അടക്കണോ 30 അടക്കണം എന്ന് അറിയണമെങ്കിൽ
ഈ വർഷത്തെ ടേൺ ഓവർ അറിയണം. പക്ഷേ ഈ വർഷത്തെ ടേൺ ഓവർ എന്നാണ് അറിയുന്നത്? 2024 സെപ്റ്റംബറിലാണ്. അപ്പോൾ ഓൾറെഡി അഡ്വാൻസ് ടാക്സിൻ്റെ 2 ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാനുള്ള സമയം നമുക്ക് കഴിഞ്ഞു പോയി. അപ്പോൾ അവിടെ നമുക്ക് അഡ്വാൻസ് ടാക്സ് അടക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഗവൺമെൻറ് വന്നൊരു കാര്യം ചെയ്ത് നിങ്ങൾ തൊട്ട് മുൻപത്തെ പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ, പ്രീവിയസ് ഇയർ 2022-23 നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 1 ഏപ്രിൽ മുതൽ എവിടെ വരെ 31 മാർച്ച് വരെയാണ്. 31 മാർച്ച് വരെ അതെങ്ങനെ 2022 മുതൽ 2023 വരെ അല്ലേ. അപ്പോൾ ഈ 2023 ടേൺ ഓവർ ആ ഓഡിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം സെപ്റ്റംബർ 2023 ആയിട്ട് എന്താവും, കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് അറിയാം 2022-23 നമുക്ക് ഏകദേശം എല്ലാം ഓഡിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തീരുമാനം എത്ര കോടിയാണ്, 400 കോടിക്ക് താഴെയാണോ മുകളിലാണോ എന്ന്. അപ്പോൾ ഇവിടെ 2023 സെപ്റ്റംബറിൽ തീരുമാനമാവും. അങ്ങനെയാണെങ്കിൽ 2024 ആദ്യത്തെ ക്വാർട്ടർ ജൂണിൽ നമുക്ക് ടാക്സ് റേറ്റ് 25 ആണോ 30 ആണോ എന്നുള്ള തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനായിട്ട് പറ്റും. ബിക്കോസ് ഓഫ് ദിസ് അഡ്വാൻസ് ടാക്സ് കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പനികളുടെ ടാക്സ് റേറ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ ഒരു പ്രീവിയസ് ഇയർ 2022-23 എന്നുള്ള കോൺസെപ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, പല ആൾക്കാരും പലപ്പോഴും ഇന്റർ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് പോവാറുണ്ട്. സോ ഇങ്ങനെ ഈ വർഷത്തെ ടാക്സ് അടക്കുമ്പോൾ പ്രീവിയസ് ഇയർ 2023 ടേൺ ഓവർ നോക്കാം. അപ്പോൾ അതിൻ്റെ ലോജിക് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എന്തിനാണ് ഒരു പ്രൊവിഷൻ നമ്മൾ ഗവൺമെൻറ് ഇറക്കുമ്പോൾ വാട്ട് ഈസ് ദ പ്രൊവിഷൻ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈ സച്ച് പ്രൊവിഷൻ, ആ ഒരു പ്രൊവിഷൻ എന്തുകൊണ്ടാണ്. ഓക്കെ, സോ എന്ത് ലോജിക്കിലാണ്, എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഗവൺമെൻറ് ആ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുള്ളതിന് അതിൻ്റെ കാരണം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ ക്ലിയർ ചെയ്യാത്തൊരു മനസ്സിലാക്കുക. 2022-23 അത് ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയർ എടുക്കുക, 2024-25 എന്നുള്ള പ്രീവിയസ് ഇയർ എടുത്ത് ഈ 25 എന്ത് ചെയ്യാം, -2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, 23 എഴുതാം. ദെൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തായിരിക്കും, 22 ആയിരിക്കും. അപ്പോൾ 22-23 ആയി. ഓക്കെ, അപ്പോൾ 22-23 ടേൺ ഓവറാണ് 2024-25 ടാക്സ് റേറ്റ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്, ടാക്സ് നമ്മളെ അഡ്വാൻസ് ടാക്സിൻ്റെ ലോജിക് ഉള്ളതുകൊണ്ടാണ്. സോ തിരിച്ചു വരാം. സോ ഡൊമസ്റ്റിക് കമ്പനി 2022-23 പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 400 കോടിക്ക് താഴെയാണെങ്കിൽ അപ് ടു 400 crores വരെയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെനഫിഷ്യൽ ടാക്സ് റേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എത്ര, 25% ഓഫ് ദി ടോട്ടൽ ഇൻകം. അതർ കേസസ് ഇറ്റ് വിൽ ബി 30% ഓഫ് ദി ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനി പഠിച്ചല്ലോ. ഇനി അടുത്തതാണ് ഫോറിൻ കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞു, നോർമൽ ഇൻകം 35%, സ്പെസിഫൈഡ് റോയാലിറ്റി ടെക്നിക്കൽ സർവീസസ് 50% അല്ലേ. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കമ്പനി, there are 2 type of company, domestic company, foreign company. ഓക്കെ, സോ ഡൊമസ്റ്റിക് കമ്പനി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇന്ത്യൻ കമ്പനി ഓൾവേസ് എന്തായിരിക്കും, ഡൊമസ്റ്റിക് കമ്പനി ആയിരിക്കും. ഇനി എനി അതർ കമ്പനി, അതാരായിക്കോട്ടെ, ഫോറിൻ കമ്പനി ആവാം. ഓക്കെ, സോ ഡൊമസ്റ്റിക് കമ്പനി ഡെഫിനിഷൻ പറഞ്ഞാൽ എനി അതർ കമ്പനി വിച്ച് ഹാസ് മെയ്ഡ് പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെന്റ്സ് ഫോർ ദ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരു ഫോറിൻ കമ്പനി, അമേരിക്കയിലുള്ള ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോറിൻ കമ്പനി ആയിട്ട്. എന്നിട്ട് ഇന്ത്യയിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനും പേയ്മെന്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരുക്കുകയാണെങ്കിൽ, പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ദെൻ ആ ഒരു ഫോറിൻ കമ്പനിയും ഏതിൻ്റെ ഡെഫിനിഷനിൽ വരും, ഡൊമസ്റ്റിക് കമ്പനി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി ടാക്സ് റേറ്റ് ആണ് അപ്ലിക്കബിൾ ആവുക. ഓക്കെ, ഇനി ഇതൊന്നും ചെയ്യാത്ത ഫോറിൻ കമ്പനി, ഓക്കെ, സോ ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെന്റ്സ് ഫോർ ഡിവിഡൻഡ് ഇതൊന്നും ചെയ്യാത്ത ഫോറിൻ കമ്പനികൾ ഏതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും, നോർമൽ ഫോറിൻ കമ്പനി ആയിട്ട്. അവരുടെ ടാക്സ് റേറ്റ് നോർമൽ ഇൻകത്തിന് 35%ഉം സ്പെസിഫൈഡ് റോയാലിറ്റി ടെക്നിക്കൽ സർവീസിന് 50% ആണ് എന്ത് വരുന്നത്, ടാക്സ് റേറ്റ് വരുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കറിയാം, സാധാരണ ഹയർ ലെവൽ ഇൻകം വരുന്ന, ഹൈ എമൗണ്ട് ഇൻകം വരുന്നവർക്ക് എന്ത് വരാറുണ്ട്, സർചാർജ് വരാറുണ്ട്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തവർക്കൊക്കെ സർചാർജ് വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ കമ്പനികൾക്കും സർചാർജ് വരുന്നുണ്ട്. സോ എപ്പോഴാണ് ഡൊമസ്റ്റിക് കമ്പനിയെ നോക്കുകയാണെങ്കിൽ, ഡൊമസ്റ്റിക് കമ്പനിയുടെ ഇൻകം 1 crore മുകളിൽ പോവുകയാണെങ്കിൽ, സോ ഡൊമസ്റ്റിക് കമ്പനി ഇൻകം 1 crore മുകളിൽ പോവുകയാണെങ്കിൽ അപ് ടു 10 crore വരെയാണെങ്കിൽ 7% ഉള്ളൂ. നേരെ മറിച്ച് 10 crore മുകളിൽ പോയി കഴിഞ്ഞാൽ 12% വരും. ഓക്കെ, എങ്ങനെയാണ്, സോ ഒരു 60-75 lakhs ഒക്കെയാണ് ടോട്ടൽ ഇൻകമെങ്കിലും ഒരു ഡൊമസ്റ്റിക് കമ്പനിക്ക് സർചാർജ് ഉണ്ടോ, ഇല്ല. സോ കമ്പനിക്ക് സർചാർജ് വരണമെങ്കിൽ നമ്മൾ പേയ്മെന്റ് ലോക്കൽ അതോറിറ്റി പഠിച്ച പോലെ തന്നെ മിനിമം 1 crore ക്രോസ് ചെയ്യണം. പക്ഷേ 1 crore ക്രോസ് ചെയ്തിട്ട് 10 crore വരെയാണെങ്കിൽ ഓൾറെഡി ടാക്സ് 30%, 25% ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സർചാർജിൻ്റെ ആദ്യത്തെ ലെവൽ എത്രയാണ് വരുന്നത്, 7% ഫ്ലാറ്റ് റേറ്റ് ആണ് വരുന്നത്. 1 crore മുകളിൽ എത്ര വരെ, 10 crore വരെ. പക്ഷേ 10 crore കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സർചാർജ് വിൽ ബി 12%ലോട്ട് മാറും. അപ്പോൾ 7 അപ് ടു 10 crores വരെ, 10 crores ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12% ആവും. അതിനെ കുറച്ച് ഫോറിൻ കമ്പനിയുടെ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഫോറിൻ കമ്പനിയുടെ നോർമൽ ടാക്സ് റേറ്റ് ഹയർ ആണ്.
ഈവൻ നോർമൽ ഇൻകത്തിന് 35%, അതുപോലെ തന്നെ സ്പെസിഫൈഡ് ഇൻകത്തിന് 50% വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ സർചാർജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ഡൊമസ്റ്റിക് കമ്പനിക്ക് 1 കോടിക്ക് മുകളിൽ 10 കോടി വരെ അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും ഫോറിൻ കമ്പനിക്ക് 1 കോടിക്ക് മുകളിൽ തന്നെയാണ് സർചാർജ് വരുന്നത്, 10 കോടി വരെ. എത്ര പെർസെൻറ്റേജ് ആണ് ഡൊമസ്റ്റിക് കമ്പനി ആലോചിക്കുക? 7% അല്ലേ. 1 കോടിക്ക് മുകളിൽ എത്ര കോടി വരെ? 10 കോടി വരെ 7% ആണെങ്കിൽ ഫോറിൻ കമ്പനിക്ക് അത് ജസ്റ്റ് കുറവാണ്, 2% ആണ് വരെ. ഓക്കെ, സോ 2%, 1 crore above to 10 crore വരെ, മോർ ദാൻ 10 crores ആണെങ്കിലും അവിടെ 5% വരുന്നുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് സർചാർജിൻ്റെ കമ്പനികളുടെ സർചാർജ്. ഒരു ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ 1 കോടിക്ക് മുകളിലാണെങ്കിൽ സർചാർജ് വരും. അത് 10 കോടി വരെയാണ് ടോട്ടൽ ഇൻകം എങ്കിൽ 7%, 10 കോടിക്ക് മുകളിലാണെങ്കിൽ 12%. നേരെ മറിച്ച് ഒരു ഫോറിൻ കമ്പനി ആണെങ്കിൽ 1 കോടിക്ക് മുകളിലാണെങ്കിൽ സർചാർജ് ഉള്ളൂ. അപ് ടു 10 crores വരെ 2%, ബിക്കോസ് ഓൾറെഡി 35% ടാക്സ് ആണ്. അപ്പോൾ സർചാർജ് കുറവ് വാങ്ങിക്കുന്നുള്ളൂ, 2%. ഇനി അത് 10 crores മുകളിലുണ്ടെങ്കിൽ 2 എന്നുള്ളത് എത്രയായിട്ട് മാറും? 5% ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് കമ്പനികളുടെ ടാക്സ് റേറ്റ് ആസ് വെൽ ആസ് സർചാർജ് റേറ്റ് വരെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം നമ്മൾ ഫൈനൽ ലെവലിലും അതുപോലെ തന്നെ നമ്മളുടെ പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ കമ്പനികളുടെയൊക്കെ ടാക്സേഷനൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളതും അനലൈസ് ചെയ്യാനുള്ളതും. സ്വാഭാവികമായിട്ട് ഇൻഡിവിജ്വൽസിൻ്റെയൊക്കെ ടാക്സേഷനും കമ്പ്യൂട്ടേഷനൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പോൾ കമ്പനികളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് മനസ്സിലാക്കുക. നിങ്ങളൊരു ക്വാളിഫൈ ചെയ്തിട്ട് ഒരു നല്ല ജോബ്, നല്ല ഇത് പ്രാക്ടീസോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എനിവേ നിങ്ങൾക്ക് കമ്പനികളായിട്ടായിരിക്കും കൂടുതൽ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ കമ്പനികളുടെ ടാക്സ് റേറ്റുകളും അതുപോലെ തന്നെ റിലേറ്റഡ് പ്രൊവിഷൻസ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ടാക്സ് റേറ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആയി ചോദിക്കുന്ന അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.